We are welcoming Mass Alex Denver to TVA as TVA Alex. Welcome to TVA മോനെ കൊണ്ടുവാടാ. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. So, hi Alex. ഹലോ സുഖമല്ലേ? ഓ സുഖമാണ്. നിന്റെ പറച്ചിലൊരു സുഖമില്ലല്ലോ. ഹലോ ബ്രോ, ഹായ്. ലീഡർ ചന്ദ്ര ബോസ്. ഇത് നമ്മുടെ ഗോഡ് ഫാദറും ഗോഡ് ലീഡറുമായ ജോക്കി. ഓക്കെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുന്നേ കളിച്ച ഗ്യാങ് MRC. ഓക്കെ, അപ്പൊ പറഞ്ഞോ. നിനക്ക് എന്തെങ്കിലും താങ്ക് യു എല്ലാം പറയണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഓപ്പർച്യൂണിറ്റി കിട്ടിയതില് സന്തോഷമുണ്ട്. വേറെ ഒന്നും പറയാനില്ല. വേറെ ഇപ്പൊ എന്ത് പറഞ്ഞാലും പ്രശ്നമാ ജോക്കി. ഓക്കെ, വെൽക്കം. അങ്ങോട്ട് പോവാ, അകത്തോട്ട് പോവാ. കേറിക്കോ. ഇനിയുള്ള ഒരാളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നുള്ളൂ, ഇപ്പൊ വിളിക്കുന്നില്ല. വാ, അത് കുറച്ച് കൊമ്പുള്ള ആളാ. ഹൈപ്പ് കൊടുക്കല എനിക്ക് ഇഷ്ടമല്ലേ. ഇല്ല വലിയ ഹൈപ്പ് വേറെ കിട്ടാൻ ഇഷ്ടമല്ല. ഇല്ല അതേ പറഞ്ഞില്ല. വാ അകത്തോട്ട് എല്ലാരും അകത്തോട്ട്. ബോബിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ അങ്ങനെ പറയണല്ലേ. ഒരു താല്പര്യമില്ല ബോബി, ഒരു താല്പര്യമില്ല. നമുക്ക് വെച്ച് ചെയ്തല്ലോ ബോബേ. ബാബുന്നല്ല അതിന്റെ കാര്യം നിങ്ങളോട് പറയാം. അതെന്താ ഞാൻ പറഞ്ഞത്? അത് ഞാൻ പറയാം, എന്താ കാര്യം ഞാൻ പറയാം. എക്സ്പ്ലെയിൻ ചെയ്യും. ഗൈസ്, ഇത് ഞാൻ ഒരു വേറെ കാര്യം പറയാം. ഇത് പർച്ചേസ് ഒന്നും അല്ല, ഇത് പർച്ചേസും മണി ടോക്സും ഒന്നും അല്ല. അതായത് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർക്ക് നല്ല ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്നും ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല. വെൽക്കം ടു TVA Alex. ഡോർന്നാണോ? എടാ നിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് എങ്ങനെയാടാ? അവനെന്ത് അവനിനി റെഡ് മുടി, കട്ട റെഡ്. എനിക്ക് കാണുന്നില്ല അവനെ. ഇതിന്റെ ഇടയിലുണ്ട് ഡോർക്കിയുടെ ബാക്കി. ഹെൽമെറ്റ്. എടാ നിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എങ്ങനെയാ? ഹലോ. എടാ അതല്ല ജോക്കി, അലക്സ്. അപ്പൊ ഞാൻ തെറ്റിച്ചേട്ടാ. ഇന്ന് മുതൽ എടാ ഞാൻ ഓക്കെ, നീ ഓക്കെ അല്ലേ? ഓക്കെ. കറന്റ് സിറ്റുവേഷൻ ഓഫ് സം ഗ്രൂപ്പ്. ഞാൻ പറയാം. എടാ എല്ലാരും സെറ്റിൽഡ് ആയിട്ടിരുന്നേ. കേസ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഇനി പറയാനുള്ള കാര്യം, നോർമലി എല്ലാ വട്ടം ഞാൻ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടി മാറിയെന്ന് കുറച്ച് കാര്യങ്ങൾ പറയണതാ. അത് എന്നും അതുപോലെ തന്നെ കൂട്ടിയാൽ മതി. സോ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത്, ഈ റിക്രൂട്ട്മെന്റ് ഇപ്പൊ കറന്റ്ലി അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഞാൻ എല്ലാ PvP സിനാറിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ TVയിൽ ആരെയും പോയി അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വിളിക്കാറില്ല. കളിക്കാൻ താല്പര്യം, TV കളിക്കാനുള്ള താല്പര്യമുള്ള പ്ലേയേഴ്സ് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യാറുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മുടെ സേതു ആണ് എനിക്ക് അലക്സിനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം ഒരു ദിവസം 8, 9, 10 മണിക്കൂർ TDM ഗ്രൈൻഡ് ചെയ്യണ ഒരു പ്ലെയറാണ് ഈ അലക്സ് എന്ന് പറയുന്ന പയ്യൻ. ആൻഡ് അവന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അലക്സിനെ നമ്മുടെ അതിനകത്തോട്ട് റെക്കമെൻഡ് ചെയ്ത സമയത്ത് സേതു റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഇതുപോലെ അവൻ്റെ കുറേ കാര്യങ്ങളും അവൻ്റെ കുറേ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ പറയണത് പോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ, റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ RP വൈസ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനായതുകൊണ്ട് അവൻ്റെ വീട്ടിലും അവൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയണത് പോലെ ഒബ്വിയസ്ലി ചോദ്യം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പെണ്ണേഴ്സും ഡ്രഗും അതും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടാഗിൽ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അതിലൊരു കൂട്ടത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു, അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ഒരാളാണ് അവൻ. അപ്പം അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ഗ്യാങ്ങിൽ കളിക്കണം എന്ന് പറഞ്ഞു. സോ ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും PvP വൈസ് ആണെങ്കിലും നല്ല കഴിവുള്ളൊരു പ്ലെയർ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൂടാ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ TVക്കകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തിടുക എന്നുള്ളൊരു സാധനം മാത്രമല്ലാതെ എനിക്കിത് കണ്ടിന്യൂസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്ലിയർ വിഷൻ എന്ന് പറയുന്നത് എനിക്ക് PvP അല്ലെങ്കിൽ PvP എന്ന് ഞാൻ ഗെയിമിൽ ഈ ഗെയിമിൽ വെടിവെക്കാൻ കഴിവുള്ള എല്ലാ അവന്മാർക്കും വേറെ ഏത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലും അവന്മാർ കളിക്കും. കാരണം അങ്ങനെയാണ്. കാരണം ഇത് PvP ഇതിനകത്ത് വലിയ കാര്യമില്ലാത്ത എയിം ഉണ്ടായിട്ട്. പക്ഷേ എൻ്റെ വിഷൻ എന്ന് പറയുന്നത് TV ഒരു GTA ഗ്യാങ് അല്ല, TV ഒരു GTA ഗ്യാങ് ആയിട്ട് മാത്രമല്ല എൻ്റെ വിഷൻ. കൂടിപ്പോയാൽ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ഒരു GTA 6 ഒക്കെ ഇറങ്ങാൻ പോവാണ്. പ്രീ ബുക്കിംഗ് വന്നു കഴിഞ്ഞു. ഇതിനി ഉടനെ ഈ പറയണത് പോലെ ഇതിൻ്റെ സർവേഴ്സൊക്കെ ചിലപ്പോൾ ഷട്ട് ഡൗൺ ആവാം, ക്ലോസ് ആവാം, എന്ത് വേണം ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വിഷൻ കറൻ്റ്ലി PvPക്ക് വേണ്ടി GTAക്കകത്ത് കളിക്കാൻ വേണ്ടി മാത്രമല്ല എനിക്ക് പ്ലേയേഴ്സ് വേണ്ടുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് അതിന് മുകളിലോട്ട് എനിക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പ്ലേയേഴ്സ് എല്ലാവരും. സോ ദാറ്റ്സ് ഇറ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ വേറെ ഒന്നും ഇതായിട്ട് പറയുന്നില്ല. അവന് ഒരു ഓപ്പർച്യൂണിറ്റി നല്ലത് കിട്ടി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ചിലപ്പോൾ ചില കണ്ടികൾക്ക് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ വരും. മീൻസ് ഇവനെ വന്ന് തളർത്തിക്കളയാം, ഇവനെ വന്ന് കമൻറ്റ് ഇട്ടാതാക്കി കളയാം. ഞാൻ ഒരു കാര്യം പറയാം ബ്രോ, കൂടിപ്പോയാൽ കുറച്ച് പേര് വരും. അതിൻ്റെ ഒരു 40 ഇരട്ടി പേര് അവനെ ഇവിടെ ഇന്നും ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും. അപ്പോൾ അതറിഞ്ഞിട്ട് വേണം നീയൊക്കെ വന്ന് മെസ്സേജ് ഇടാനും അവൻ്റെ അടുത്ത് ചിലയ്ക്കാൻ വരാനും. ഓക്കെ, അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ സമയത്ത് നിൻ്റെയൊക്കെ അണ്ണന്മാരുടെ ഇതിനകത്ത് പോയി എന്തെങ്കിലും കമൻ്റൊക്കെ ഇട്ട് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. വെറുതെ നിങ്ങളുടെ വിലയേറിയ എഫേർട്ട് കളയരുത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആ ഇന്നലെ വാർ നടക്കൽ പറഞ്ഞപ്പോഴത്തേക്ക് സിറ്റിയിൽ എവിടെ ഇന്നലെ എല്ലാരും ഇന്നലെ ഒരുത്തനെ കണ്ടില്ലല്ലോ ഇവിടെ. നിനക്കൊക്കെ എപ്പോ ഉണ്ടായിരുന്നു? എന്റെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നീ അതിന് ഗ്യാങ്സിലോട്ടുണ്ടോ? അല്ലടാ, ഇല്ലെങ്കിലും നമ്മളെ കൂടെ കയറി ഞാൻ ഗോൾ അടിക്കല്ലേ? നിനക്ക് ഗോൾ അടിക്കാനുള്ള പോസ്റ്റ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ഇത് കഴിഞ്ഞിട്ട് അടിപ്പിക്കാം. അപ്പൊ അലക്സ് ഒന്ന് വരുമോ? അലക്സ് എന്തിടാ? ഇതാണാ? ഓ, നിന്റെ മുടിയും ഇത് നിന്നെ മനസ്സിലായി തുടങ്ങണല്ലോ കേട്ടാ. ചന്ദ്ര, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ചന്ദ്ര. ഇവിടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരു മനസ്സും ഒരു ശരീരവും ഒരു മനസ്സും കുറെ ശരീരങ്ങളാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഒരേപോലെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാരും. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഏബലിന്റെ തന്നെ നമ്മളിപ്പോ ഒരു കാര്യം, അതായത് ഏബലിങ്ങ കൊട്ടവാസു എന്നെ പറ്റിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൊടുത്തേവനെ ബോസണെന്ന് പറഞ്ഞാൽ ആക്ച്വലി സിറ്റിയിലെ മെയിൻ ഒരു സംഭവം. തോക്ക് വേണേ തോക്ക്, ആരെ പരിചയപ്പെടണമെങ്കിൽ ആൾക്കാരെ പരിചയപ്പെടാം. ബോസൺ എന്ന് പറഞ്ഞാൽ മെയിൻ ആണ്. എന്നെ പറ്റി എന്താ പറഞ്ഞു ഇതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെല്ലാരും ഒരേ മനസ്സും രായനൊന്ന് ചന്ദ്രനെ പറ്റി 2 വാക്ക് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയട്ടാ? ഞാൻ പറയാം
ഞാൻ ഒന്ന് ഇവനെ പോലെ ഭൂലോക ഫ്രോഡ് വേറൊരുത്ത ഇല്ല ഈ സിറ്റിയിൽ. ഗ്യാങ്ങിലും ഇല്ല, സിറ്റിയിലും ഇല്ല. ഒരേ മൈൻഡ് സെറ്റ്. എപ്പോ എന്ന് കഴിഞ്ഞാൽ ഇവിടത്തെ ജട്ടി അടിച്ചു മാറ്റാൻ എല്ലാത്തിലും ഒരു പ്രൈസ് ഉണ്ട്. ഇവന് ഇവിടെ നിൽക്കണ കസാരയ്ക്കും അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പും നിന്റെ മുഖത്തും നിന്റെ കണ്ണാടിക്കും അവനൊരു പ്രൈസ് ഉണ്ട്. എപ്പോ വേണം തൂക്കി ഒരു പി സി എടുത്ത വാസം ഉണ്ട് ആളല്ലേ? പി സി എടുത്ത വാസം ഉണ്ട് ആളല്ലേ? ഇല്ലടാ, അതൊക്കെ എന്തിനാ പറയാൻ പറ്റുള്ളൂ. അലക്സ്, അപ്പൊ വെൽക്കം ടു ടിവിയെ. ഇരിക്കുന്ന എല്ലാരും ഇന്ന് തൊട്ട് നിനക്ക് ബ്രദേഴ്സ് ആയിരിക്കും. ഞങ്ങൾ എല്ലാരും പുറത്തും ഇവിടെ എല്ലാം കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിന്റെ അകത്തോട്ട് എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മളൊന്ന് നോക്കുന്നില്ല, നീ നമ്മളെ അതെന്താന്ന് വെച്ചാൽ പുതിയൊരു റൂളാണ്. ഗ്യാങ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഗേൾ ഫ്രണ്ടേ പാടില്ല. അല്ല, ഒരാഴ്ച ഒരു മാസത്തോളം ആക്കിയത്. അത് നമ്മളിവിടെ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പോ ഒന്നുമില്ല. ഇവിടെ വേറെ കുറെ അവന്മാരുടെ ആക്ടിവിറ്റീസ് കണ്ടത് ഒരു മാസത്തിലോട്ട് എത്തിച്ചു നമ്മള്. ഗ്യാങ് വന്ന് തരിപ്പന്മാര് ഗ്യാങ് ലീഡറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഗ്യാങ് വന്ന് ഈ ഗ്യാങ്ങിന്റെ ലീഡറിനെ കോ ലീഡറിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നാട്ടിലെ സകലമാന പെണ്ണുങ്ങളോടെ പരിചയപ്പെട്ട് സെൽഫി എടുത്തിട്ട് അതിനുശേഷം ഈ റൂള് കൊണ്ടുവന്നേക്കുന്നത്. ഒരു മാസം മോണിറ്ററിംഗ് പീരീഡ് ഉണ്ട്. ആ മോണിറ്ററിംഗ് പീരീഡില് കമ്മിറ്റഡ് ആയാൽ ടി വി എടുത്ത് കളയുന്നതായിരിക്കും മോണിറ്ററിംഗ് പീരീഡ്. അപ്പൊ അലക്സ്, വേറൊരു കാര്യം നമ്മള് സാറ്റലൈറ്റ് വഴി അറിഞ്ഞായിരുന്നു, അല്ലാതെ അറിഞ്ഞായിരുന്നു. അലക്സ് ഒരു നല്ല പാട്ടുകാരനാണെന്ന് നമ്മൾ അറിഞ്ഞ്. അപ്പൊ അലക്സ് ഒരു കിടില പാട്ടുകാരനാണ്. അപ്പൊ അലക്സിനെ നമ്മൾ ഒരു പാട്ട് പാടിച്ച് തന്നെ അങ്ങ് തുടങ്ങാം ടി വിയില്. 83 റേഡിയോയിൽ കണക്ട് ചെയ്ത ഒരു പാട്ട് പാടും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. ഹെഡ്ഫോൺ ഊരിട്ട് അടുത്ത ആഴ്ച തുടർന്നുണ്ടെന്നൊക്കെ പറയുന്നത്. കെവിൻ അടുത്ത ആഴ്ച വരുന്നുണ്ടെങ്കിൽ 4 മാസം കഴിഞ്ഞതിന് ശേഷം സ്ലോട്ടിൽ ഇടാം. 4 മാസം പരക്കെ സംസാരം കേട്ട് അണ്ണു ഇന്ന് തരിപ്പ് കേറല്ലോ. അറിയൂടെ? അല്ലല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. എനിക്കാണ് ഇന്നങ്ങ് ഭയങ്കര തരിപ്പ്. എനിക്ക് മൊത്തത്തില് എനിക്ക് കുറെ ആൾക്കാർ ഇവിടെ വന്ന് ചട്ടി കൊട്ടാ വട്ടാ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ. പിന്നെ കാണുമ്പോ തന്നെ എന്തിനു സന്തോഷം അറിയോ? അയ്യോ, കഴിക്കാൻ പറ്റിയ സാധനാ. പോയോ? ഹലോ സൈലന്റേക്കൂടെ. പാടോ മിണ്ടായിരിക്കും. റേഡിയോ പാടിക്കോ. തളിർമോഹം വരം കേൾക്കുമ്പിൽ കുളിർനാണം കലിവാർന്ന നോപ്പാട്ടിൻ തെളിവാർന്ന വാക്കിനുണ്ടോ ഒരു കാവ്യരാഗ ശില്പം എൻ പ്രാണസങ്കടം. സാഹബ 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 ഇന്നേതു വേഗതൂതു കാതു നിൽപ്പൂ സാഹബ. ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ. ഇന്ന് തന്നെ കിക്ക് ചെയ്യണം. എന്നിലെ സാഗരം മുഖമായി പറഞ്ഞു പിന്നിലാ ചന്ദനം വേദനാൾ പിന്നിലോ.
എന്റെ പൊന്നോ എടാ, നീ ഇത്ര അടിപൊളിയായിട്ട് പാട്ട് പാടുമായിരുന്നു. ക്ലാസ്സിക്ക് പഠിച്ചിട്ടുണ്ടോടാ? നിന്നെ വാസനോടെ കിണ്ടോടാ അതല്ല ഇവിടെ വെറുതെ PVP ആയിട്ടേ പാട്ടോടെ കഴിവില്ലാതെ വന്നവന്മാർക്ക് ഒരു 2 ദിവസത്തിൽ പെണ്ണ്. ഇവനൊക്കെ നാളെ തൊട്ട് പെണ്ണായിരിക്കും, ഒരു സംശയമില്ല. ഞാനൊക്കെ അവിടെ നിൽക്കുമ്പോ അലക്സ് ഭയങ്കര കിടലോടെ നല്ല വായാണ് ബോബെ അടിച്ച് തിരികെ ഞാൻ ബോഡി ടെമ്പറേച്ചർ. എടാ നീ പഠിച്ചിട്ട് ഇതെന്താ? ഹലോ എടാ നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ അലക്സേ? പഠിച്ചിട്ടുണ്ടോ ക്ലാസിക്കൽ? എത്ര വർഷം? 7 വർഷം 8 വർഷം. ഓ എടാ നീ എന്നിട്ട് വേറെ പാട്ടൊന്നും പാടി പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല? പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല. ഡ്യൂട്ടി ഞാനും പാടാറുണ്ട്. ഡ്യൂട്ടി നീ മറ്റേ റാപ്പ് മറ്റേ തെറിപ്പാട്ടല്ലേ പാടണ? അത് ചെറുക്കൻ്റെ കൽബേ ഡ്യൂറ്റടി കൽബേ 100% സപ്പോർട്ട് ബാക്ക്. എടാ നീ ഇങ്ങനെ ഇത്രയും കഴിവ് 7 വർഷം പഠിച്ചിട്ടൊക്കെ നീ ഇത് കെട്ടിപ്പൂട്ടി വെച്ചോ കേട്ടോ. എങ്ങും ഇടരുത് കേട്ടാ, ഭദ്രമാക്കി വെച്ചേര്. പക്ഷെ ഇനിയും രക്ഷപ്പെടും. ഇനിയും ഞാൻ പറഞ്ഞില്ലേ എടാ, ഞാൻ നീ PVP ഒന്നും കളിക്കണ്ട, നീ PVP ഒന്നും കളിക്കണ്ട, നീ PVP കളിക്കണ്ട. നീ പാട്ടൊക്കെ പാടി നീ കരിയർ സെറ്റ് ആക്ക് ഫസ്റ്റ്. പാട്ട് പാടുണ്ടായിരുന്നു.